കാരണം അദ്ദേഹം പണ്ട് എന്തോ ഒരു ശുപാർശ ചെയ്തു, ആ ശുപാർശ നടന്നില്ല, അതുകൊണ്ട് ഇതും നടക്കുകയില്ല. അത്രയേ ഉള്ളൂ അദ്ദേഹം. 9 വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടം കുട്ടിയുണ്ടോ? എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് 2 ലിറ്റർ പെയിന്റെങ്കിലും അടിക്കട്ടെ. കോട്ടയം നിവാസികളെ ഞെക്കിക്കൊന്നാലും ശരി. സത്യം പറഞ്ഞാൽ ഇതിന് കല്ലിട്ട കൂട്ടത്തിൽ കെ എം മാണി സാറും ഉണ്ടായിരുന്നു. ഒരു പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുകയാണ്. ഇതൊരു കൊലപാതക ശ്രമം, വികസന കൊലപാതകമാണ് ഇത് നടക്കുന്നത്. ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. നിശ്ചയമായിട്ടും രാഷ്ട്രീയ തീരുമാനമാണ്. ഇതല്ലാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമല്ല. ഇത് തട്ടണം, ഇത് നടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തതോ ഞാൻ കണ്ടുപിടിച്ച കാര്യവുമല്ല. നേരത്തെ 2014 നടന്ന ഗവൺമെൻറ് നിയോഗിച്ച നാഗ്പാക്കിൻ്റെ ഒരു സംഘമുണ്ട്. അവർ MC റോഡിലെ ഏറ്റവും വലിയ തിരക്കുള്ള സ്ഥലങ്ങൾ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റഡി നടത്തി, അവർ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇവിടെ ചില ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് അവർ പറഞ്ഞു. ഇവിടെ അവർ വന്നപ്പോൾ 1,20,000 ആളുകൾ ഒരു ഡേ ടൈമിൽ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്, വണ്ടികൾ. അതോടൊപ്പം തന്നെ 10,20,000-ഓളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പാവങ്ങളായ ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ട്രാഫിക് കൺജക്ഷനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സത്യം പറയാൻ നാഗ്പാക്കിൻ്റെ പ്രപ്പോസലാണ് ഇവിടെ ഇതുപോലൊരു കൺസ്ട്രക്ഷൻ വേണമെന്നുള്ളത്. അവരെല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ്. അപ്പോൾ നാഗ്പാക്കിൻ്റെ സ്റ്റഡിയായി ഇവർ കുറ്റപ്പെടുത്തുന്നില്ല. അവർ കോടതി കൊടുത്ത അഫിഡവിറ്റിനകത്ത് അതൊന്നും പറയുന്നതേ ഇല്ല. അഫിഡവിറ്റ് എൻ്റെ കയ്യിലുണ്ട്, അതിനകത്തൊന്നും പറയുന്നില്ല. നടക്കാതെ ഇത് മുടങ്ങി വന്ന കാലത്ത് ഞങ്ങൾ അവസാനം കൊണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. കോടതിയിൽ നിന്ന് 7 പ്രാവശ്യം ഇവർ ഓരോ കാര്യത്തിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവർ ഗവൺമെൻറ് ഒപ്പീനിയൻ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം ആ ഒപ്പീനിയൻ അറിയിച്ചിട്ടില്ല. അതിങ്ങനെ തട്ടി മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം ഒരു ഇലക്ഷൻ എടുക്കാറായപ്പോൾ ഇത് പഴയ പേപ്പറൊക്കെ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് ഗവൺമെൻറ് കോടതിയിൽ കൊടുത്തതാണ്. 2/3/2024 ഈ കേസ് തന്നെ ഫയൽ ചെയ്യുന്ന 22 ഗവൺമെൻറ് ഇത് കൊടുക്കുന്നത് 2/3/2024. 52 വക്കീലന്മാർ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വേണ്ടി ഡെയിലി ഹൈക്കോടതിയിൽ ചെല്ലുന്ന ആളുകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല. കോടതി ആവർത്തിച്ച് ചോദ്യം ചോദിച്ചു, എന്നിട്ടൊരു മറുപടിയും പറഞ്ഞില്ല. അവസാനം നിയമസഭയിൽ ഞാനിത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ കോടതിയിലിരിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നിയമസഭയിൽ മന്ത്രി നെഗറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. അത് കോടതിയെ അറിയിച്ചിട്ടില്ല, കോടതിയുടെ പെർമിഷൻ മേടിച്ചിട്ടില്ല. ഈ സത്യം പറഞ്ഞാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് കോടതിയല്ലേ അവസാനത്തെ തീർപ്പ് പറയേണ്ടത്. ഗവൺമെൻറ് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കോടതിയിലല്ലേ അത് പറയേണ്ടത്. അതൊന്നും പറയാതെ നേരെ പറഞ്ഞ് അത് നടക്കുന്ന പ്രശ്നമില്ല എന്നൊരു മട്ടിലാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം ഒരു റീസണും പറഞ്ഞു, വ്യക്തിപരമാണ്. കാരണം അദ്ദേഹം പണ്ട് എന്തോ ഒരു ശുപാർശ ചെയ്തു, ആ ശുപാർശ നടന്നില്ല, അതുകൊണ്ട് ഇതും നടക്കുകയില്ല. അത്രയേ ഉള്ളൂ അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഇതും നടക്കുകയില്ല എന്നൊരു പ്രതികാര ബുദ്ധിയോടുകൂടി നടപടിയെടുത്തു. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ, ഇവർ പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 7-8 കത്തുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ? അന്ന് ആദ്യത്തെ അത് പറയേണ്ടതല്ലേ? അത് പറഞ്ഞില്ലല്ലോ. കോടതി 7 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറയണ്ടേ? അതൊന്നും പറഞ്ഞില്ല. അവസാനം ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് തുരുമ്പ് പിടിച്ചു എന്നാണ്. 9 വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടം കുട്ടിയുണ്ടോ? ചിലപ്പോൾ വന്നും തിരിക്കാം, അതിന് വേറെ മാർഗ്ഗമില്ലേ? എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് 2 ലിറ്റർ പെയിന്റെങ്കിലും അടിക്കട്ടെ. അതൊന്നും ചെയ്തില്ല, അത് വെച്ചോണ്ടിരുന്നു. ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട്. അവർ ഈ ഗവൺമെൻറ്റിൻ്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൈയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അവരുടെ ശ്രമം എന്താ? കോട്ടയം പട്ടണത്തിൽ ഇത് വരാൻ സാധ്യമല്ല. ഇപ്പോൾ സ്കൈ വാക്ക് എന്ന് പറയുന്ന നയപരമായ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട്. തൃശ്ശൂരിൽ വന്നല്ലോ, കൊല്ലത്ത് വന്നല്ലോ, തിരുവനന്തപുരത്തുണ്ടല്ലോ, വേറെ പല സ്ഥലത്തും വന്നിട്ടുണ്ടാകാം. ഇവിടെ മാത്രം ചെയ്യാൻ സമ്മതിക്കുക എന്താ? നയം ഒരു സംസ്ഥാനത്ത് ഒരു രൂപത്തിലല്ലേ?
അപ്പോ ഈ പറയുന്ന ഒന്നും ഒരു ആർഗ്യുമെന്റ് നിൽക്കുന്നതല്ല. സ്ഥാപിത താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കോട്ടയം നിവാസികളെ ഞെക്കിക്കൊന്നാലും ശരി ഞങ്ങൾ പറഞ്ഞിടത്ത് കൊണ്ടക്കെട്ടും എന്നുള്ളൊരു വാശിയാണ്. അത് പ്രതികാര ബുദ്ധിയാണ്. ഇതിന് പണമില്ല എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു 3,20,00,000 രൂപ ഈ ഗവൺമെന്റിന്റെ ഖജനാവിൽ കിടപ്പുണ്ട്. സാങ്ഷൻഡ് എമൗണ്ടാണ്. ആ സാങ്ഷൻഡ് എമൗണ്ടിൽ നിന്ന് 5,18,00,000 രൂപയിൽ ഈ അവർക്ക് പാർട്ട് പേയ്മെന്റ് നടത്തിയ ബാക്കി പണം ഒഴിച്ച് ബാക്കി പണം മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അപ്പൊ പണമുണ്ട്, ബേസിക് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്, മേൽക്കൂര മാത്രമാണ് പ്രശ്നം. ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്ത എന്നെ ഒന്ന് അറിയിക്കട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വേണോ ആലോചിക്കട്ടെ. ഈ ചർച്ചകൾ നടത്തിയ ഏതെങ്കിലും ഒരു മന്ത്രി ഇതിനകത്ത് ഇന്ന ഡിഫക്റ്റ് ഉണ്ട് എന്ന് പറയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കറക്റ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊക്കെ നമ്മളുടെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ തന്നെ മന്ത്രിമാർ പലത് മാറി. അതിൽ മാറിയ ചില മന്ത്രിമാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കറിയാം. ഞാൻ അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൽ ഇതിൻ്റെ തടസ്സം എന്താണെന്നുള്ളത് അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാന്യത കൊണ്ട് സ്വകാര്യം പറഞ്ഞ കാര്യം ഞാൻ പുറത്ത് പറയുന്നതേ ഇല്ല. ഞാനൊരു ഇവിടെ ജനസദസ്സ് വിളിക്കും. ജനസദസ്സ് വിളിച്ചിട്ട് ജനസദസ്സ് തീരുമാനിക്കും എന്ത് വേണം, വാട്ട് ഈസ് ടു ബി ഡൺ, ഇറ്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ഇൻ എ ജനസദസ്. അവിടെ തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഇതിന് കല്ലിട്ട കൂട്ടത്തിൽ കെ മാണി സാറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരുടെ ഇപ്പോഴത്തെ അഭിപ്രായം എനിക്കറിയില്ല. അദ്ദേഹവും ആ കല്ലിട്ട കൂട്ടത്തിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തു. മാണി സാർ അതിനകത്തെ സുപ്രധാനമായിട്ടുള്ളൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഇത് ചെയ്തത്. അവസാനം ഇതെല്ലാം കൂടെ കൂടി കൈയഴുകുന്ന രൂപത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അവർക്ക് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലെന്ന് ഞാൻ ധരിക്കും. കാരണം NH 183 എന്ന് പറയുന്നത് KK റോഡാണ്. KK റോഡിൻ്റെ പല പ്രദേശങ്ങളിലും അവിടെ 18 മീറ്റർ വീതിയുള്ളൂ. 45 മീറ്ററാണ് യഥാർത്ഥത്തിൽ NHന്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത്. അവിടെ വിട്ടുവീഴ്ച കാണിച്ചവർക്ക് ഇവിടെ ഈ ആർഗ്യുമെന്റ് പറയാൻ പറ്റുമോ? 2, ഈ ആർഗ്യുമെന്റ് പറയാനേ പറ്റില്ല. അങ്ങനെയുണ്ടെന്ന് ഒരിക്കൽ അത് സ്വകാര്യ സ്ഥലത്തോട്ട് കയറി വേണ്ടേ അവരെടുക്കാൻ. ആ സ്വകാര്യ സ്ഥലത്ത് എടുക്കാനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഉള്ള നിലവിലുള്ള റോഡ് വിഡ്ത്ത് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വിഡ്ത്ത് കുറഞ്ഞിട്ടില്ലല്ലോ. നാട്ടിലെല്ലാ ആളുകളും അതുവഴി ചുറ്റിക്കറങ്ങി പോകുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്വകാര്യ ഭൂമിയാണ്. ആ സ്വകാര്യ ഭൂമി എടുക്കുന്നു എങ്കിൽ ആദ്യം എടുക്കേണ്ടത് KK റോഡിന് വേണ്ടിയല്ലേ. KK റോഡിന് വേണ്ടി എടുത്തില്ലല്ലോ. KK റോഡിന് വേണ്ടി നാഷണൽ ഹൈവേ 183 ആണ്. അതിനില്ലാത്തൊരു നിയമം എന്തിനാണ് ഇവിടെ ഈ സ്കൈ വോക്കിൽ ഉണ്ടാകുന്നത്? എന്തിനാ സ്കൈ വോക്കിന്റെ പേര് പറഞ്ഞത്? അപ്പോൾ തനക്കാക്കി വിടക്കാക്കുകയാണ്. ഒരു പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുകയാണ്. ഇത് തല്ലിത്തകർക്കാനും ഈ വികസനത്തെ കൊല്ലാനും ഇവർ നടത്തുന്ന പരിശ്രമമാണ്. ഇതൊരു കൊലപാതക ശ്രമം, വികസന കൊലപാതകമാണ് ഇത് നടക്കുന്നത്. ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല.